എല്ലാവർക്കും നമ്മുടെ हिंदी क्लासिലേക്ക് हृदयമായ स्वागत। आज हिंदी की पहली कक्षा है। आज हम इकाई नंबर 1 जिसमें बीरबाहुटी नाम के बारे में पढ़ेंगे। പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമായ ബീർബാഹുട്ടി എന്ന പാഠത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്। ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കേണ്ട 3 പാഠഭാഗങ്ങളാണുള്ളത്। बीरबाहुटी, हदाशा से एक व्यक्ति बैठ गया था, टूटा पहिया। 4ാമത്തെ പാഠം ഭണ്ടി, അതൊരു ഉപന്യാസത്തിൻ്റെ ഭാഗമാണ്। അത് എക്സ്ട്രാ റീഡിങ് അതിരിക്ത് വാചനമായതുകൊണ്ട് തന്നെ നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല। ഈ 3 പാഠങ്ങൾ बीरबाहुटी, हदाशा से एक व्यक्ति बैठ गया था, टूटा पहिया എന്നീ 3 പാഠങ്ങളാണ് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്। അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് बीरबाहुटी എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്। बीरबाहुटी എന്ന പാഠഭാഗം 2 കുട്ടികളുടെ സൗഹൃദത്തിൻ്റെ കഥയാണ് പറയുന്നത്। ബേല और സാഹിൽ എന്ന് വിളിക്കുന്ന 2 കുട്ടികളുടെ സൗഹൃദത്തിൻ്റെ കഥയാണ് बीरबाहुटी എന്ന പാഠഭാഗം നമ്മളോട് പറയുന്നത്। നമ്മുടെ എല്ലാം സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് വളരെ അടുപ്പമുള്ള ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടാകും। അവരോടൊപ്പം നമ്മൾ എല്ലാ സമയവും ചിലവഴിച്ചിട്ടുണ്ടാവും। അത്തരത്തിൽ 2 കുട്ടികൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ, പേര് സാഹിൽ और ഭേല, 2 പേരും 11 വയസ്സുള്ള 2 കൂട്ടുകാരാണ്। അവരുടെ കഥയാണ് നമ്മുടെ ലേഖകനായ പ്രഭാതിൻ്റെ പാഠഭാഗം बीरबाहुटीയിലൂടെ വിശദീകരിക്കുന്നത്। बीरबाहुटी എഴുതിയിരിക്കുന്നത് പ്രഭാത് എന്ന രചയിതാവാണ്। ഈ പാഠം കഹാനി വിഭാഗത്തിൽപ്പെട്ട ഒരു പാഠഭാഗമാണ്। ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 2 കൂട്ടുകാരെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു। ആരൊക്കെയാണ്? സാഹിൽ और ഭേല। ആദ്യത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് കടക്കാം। बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था। वे खेतों जंगलों के ऊपर छाए हुए थे। सारा आकाश मेघों से भरा था। मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी। पेड़ों के तने अभी भी खिले थे। मूंगफलियों के हरे खेतों में पीले फूल अभी भी खिले थे। खेतों में छोटा छोटा बाजरा उगा हुआ था। बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी। बारिश की हवा गीले खेतों में और बारिश की हरियाली की गंध घुली हुई थी। ഇവിടെ ലേഖകൻ മഴക്കാലഘട്ടത്തിലെ നമ്മുടെ പ്രകൃതിയുടെ അവസ്ഥയാണ് വർണ്ണിക്കുന്നത്। ജൂൺ മാസം മഴക്കാലത്തിൻ്റെ കാലമാണല്ലോ। ഇവിടെ നമ്മുടെ പ്രകൃതിയിലെ മാറ്റങ്ങൾ അദ്ദേഹം ഈ വരികളിലൂടെ വർണ്ണിക്കാൻ ശ്രമിക്കുകയാണ്। ഇവിടെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ, ബാദൽ ബഹത് ബരസ് ലിയേ ഥേ। ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘങ്ങൾ. ബാദൽ ബരസ്ന എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ പെയ്തൊഴിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്യുക। ബാദൽ ബരസ് ലിയേ ഥേ, മഴ പെയ്തു കഴിഞ്ഞിരിക്കുന്നു। ഫിർ ബി, എന്നാലും ബഹത് സാരാ പാനി, ധാരാളം വെള്ളം, ഉന്മേ ബച്ചാ ഹുവാദ, അവയിൽ ബാക്കി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു। എവിടെയാണ് ബാക്കി നിൽക്കുന്നത്? ആകാശത്തിൻ്റെ മേഘങ്ങൾ, ആ മേഘങ്ങൾ ഇനിയും പെയ്തൊഴിയാൻ ബാക്കിയുണ്ട് എന്ന രീതിയിൽ ധാരാളം വെള്ളം ആ മേഘങ്ങളിൽ കെട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു। വേ, അവ ഗേത്തോം കെ ഊപ്പർ, എവിടെ കാണാൻ കഴിയുന്നു? ഗേത്തോം, ഗേത്ത് യാനി കൃഷിയിടങ്ങൾ। ജംഗലോം കെ ഊപ്പർ, ജംഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാടുകൾ। ജംഗലോം കെ ഊപ്പർ, കാടുകളുടെ മുകളിലായിട്ട് ഛായേ ഹുയേ, പരന്നു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു। സാര ആകാശ്, ആകാശം മുഴുവൻ, മേഘോം സെ ഭരാത, മേഘങ്ങളാൽ ഭര നിറഞ്ഞിരിക്കുന്നു। മേഘോം കി ഛായാओं, മേഘങ്ങളുടെ ഛായകളിൽ, ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഴൽ അല്ലെങ്കിൽ തണൽ,
ഇവയിൽ ഗീലി ഹവായേം തണുത്ത ഇളം കാറ്റുകൾ ഇധർ ഉധർ ഘൂം രഹീതി അവിടെയും ഇവിടെയുമായിട്ട് ഇങ്ങനെ ഘൂംന ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പേടോം കെ തനെ മരങ്ങളുടെ തന മത്ലബ് ശിഖരങ്ങൾ. പേടോം കെ തനെ മരങ്ങളുടെ കൊമ്പുകൾ ശിഖരങ്ങൾ അബീബി ഇപ്പോഴും ഗീലേതെ നനഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. മോക്ഫലിയോം കെ ഹരേ ഗേത്ത്. എന്താണ് മോക്ഫലി എന്ന് പറഞ്ഞാൽ? മോക്ഫലി യാനി നിലക്കടലകൾ. മോക്ഫലിയോം കെ ഹരേ ഗേത്ത് നിലക്കടലകളുടെ ഹരേ ഗേത്ത് പച്ചപ്പ് നിറഞ്ഞ ആ കൃഷിയിടങ്ങൾ. അവിടെ പീലെ ഫൂൽ മഞ്ഞ നിറമുള്ള പൂക്കൾ. അബീബി ഗീലേത് ഇപ്പോഴും ഗീലെ നനഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബജ്ര ഉഗാ ഹുവാദ. ഖേത്തോമേ കൃഷിയിടങ്ങളിൽ ചോട്ടാ ചോട്ടാ ബജ്ര ചെറിയ ചെറിയ ബാജ്ര യാനി ചോളം. ബാജ്ര ചോളം എന്ത് ചെയ്തിരിക്കുന്നു? ഉഗാ ഹുവാദ മുളച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ബാജ്രയ്ക്ക് ലംബേ പത്ലേ പാത്തോമേ. ഇത്തരം ബാജ്രയുടെ ചോളത്തിൻ്റെ ലംബ പത്ലെ ലംബ യാനി നീളമുള്ള പത്ലെ മെലിഞ്ഞ പാത്തോമേ ഇലകളിൽ. എന്താ പാത്ത എന്ന് പറഞ്ഞാൽ? പത്ത യാനി ഇല. പത്ല മെലിഞ്ഞ പാത്ത. അപ്പോൾ മെലിഞ്ഞ ഇലകൾ. ലംബേ പത്ലേ പാത്ത്. ലംബ എന്ന് പറഞ്ഞാൽ നീളമുള്ള, പത്ല മെലിഞ്ഞ, പാത്തോമേ ഇലകളിൽ പാനി കി ബൂന്തേം വെള്ളത്തിൻ്റെ തുള്ളികൾ. പാനി കി ബൂന്തേം വെള്ളത്തിൻ്റെ തുള്ളികൾ. അട്കി ഹുയിദി അട്കന പറ്റിപ്പിടിച്ച് നിൽക്കുക. അട്കന പറ്റിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നു. എന്താണ് കാണുന്നത്? പാനി കി ബൂന്തേ വെള്ളത്തിൻ്റെ തുള്ളികൾ. ബാരിഷ് കി ഹവ. ഇനിയോ കാറ്റ്. മഴ നിറഞ്ഞ മഴയുടെ ഗന്ധമുള്ള ആ കാറ്റ്. ഗീലെ ഗേത്തോമേ ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്ന കൃഷിയിടങ്ങൾ. ഓർ ബാരിഷ് കി ഹരിയാലി മഴയുടെ ആ പച്ചപ്പ്, ആ ഗന്ധം. കി ഗന്ധ് മഴയുടെ പച്ചപ്പിൻ്റെ ഗന്ധം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഗന്ധം. ഗുലി ഹുയിദി നാല് പാടും എന്ത് ചെയ്യുന്നു? പരന്നു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ മഴയ്ക്ക് ശേഷമുള്ള പ്രകൃതിയുടെ അവസ്ഥ ആര് വർണ്ണിച്ചിരിക്കുന്നത്? പ്രഭാത് എന്ന് പറയുന്ന രചയിതാവ് വർണ്ണിച്ചിരിക്കുന്നത്. മഴക്കാലഘട്ടത്തിലെ പ്രകൃതിയുടെ കാഴ്ചകൾ ഏറെ ഭംഗിയുള്ളതാണ്. ആദ്യത്തെ പാരഗ്രാഫിലൂടെ നമ്മൾ മഴക്കാലത്തിൻ്റെ പ്രകൃതിയുടെ അവസ്ഥയെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. കുറച്ച് കാഴ്ചകളിലൂടെ നമുക്ക് കടന്നു പോകാം അല്ലേ? ആകാശത്തിൽ മേഘങ്ങളാൽ മുഖരിതമായ അവസ്ഥയും മഴയ്ക്ക് തൊട്ടു മുന്നേയുള്ള ആകാശത്തിൻ്റെ ആ മനോഹാരിതയും, പ്രകൃതിയിലേക്ക് മഴ എത്തുമ്പോൾ പ്രകൃതി എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്, പ്രകൃതിയുടെ ഓരോ രംഗങ്ങളും മരങ്ങളും അതുപോലെ തന്നെ മഴത്തുള്ളികൾ ഇറ്റി വീഴുന്ന ഇലകളും എല്ലാം എത്ര ഭംഗിയുള്ളതായിട്ടാണ് ലേഖകൻ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഓരോ തുള്ളി മഴയും പ്രകൃതിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രകൃതി അതിനെങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നത് ഭംഗിയായിട്ട് ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. ആദ്യത്തെ പാരഗ്രാഫിൽ ഈ ഒരു ഭാഗത്തെയാണ് പ്രഭാത് വിശദീകരിച്ചിരിക്കുന്നത്. കാഴ്ചകളിലൂടെ ഒന്ന് കടന്നു പോകൂ. ഇവിടെ സാഹിലിനും ബേലയ്ക്കും സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ബീർബഹുട്ടികളെ കാണണമായിരുന്നു അല്ലേ? ബീർബഹുട്ടികൾ എത്ര മനോഹരമായിട്ടുള്ള പ്രാണികളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കാം. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ. ഉനെ ബീർബഹുട്ടിയോं से मिलना होता था. उन्हें बीरबाहुटियों से मिलना होता था. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीरबाहुटियां गोजा करते थे. सूर्ख मुलायम गदबदी बीरबाहुटियां धरती पर चलती फिरती घून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर
बीर बहुटियां गूंजते थे। उन्हें देखने के लिए वे बारिश की गंध भरी बुरी जमीन पर बैठ जाया करते थे. ഈ പാരഗ്രാഫിൽ നമ്മുടെ കഥാപാത്രങ്ങളായ ബേലയും സാഹിലും ബീർബഹുട്ടികളെ അന്വേഷിക്കുവാൻ വേണ്ടി കൃഷിയിടത്തിൽ ഇരുന്ന് അവർ ബീർബഹുട്ടികളെ അന്വേഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. താഴെയുള്ള ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു, രണ്ട് കുട്ടികൾ അവർ മണ്ണിൻ്റെ നിറമുള്ള ആ വയലിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, ബീർബഹുട്ടികളെ അന്വേഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ചുവന്ന നിറമുള്ള ആ ബീർബഹുട്ടികളെയാണ് നമ്മുടെ സാഹിലും ബേലയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പാരഗ്രാഫിൽ പറയുന്നത് ഒന്ന് നോക്കാം അല്ലേ. ഉനെ ബീർ ബഹുട്ടിയോ സെ മിൽനാ ഹോത്താ താ. ഉനെ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക്. ഉനെ ബീർ ബഹുട്ടിയോ സെ, അവർക്ക്. ഇവിടെ ആരാണ് അവർ? സാഹിലും ബേലയും. സാഹിൽ ഓർ ബേലാക്കോ ബീർ ബഹുട്ടിയോ സെ മിൽനാ ഹോത്താ താ. എന്താ മിൽന എന്ന് പറഞ്ഞാൽ കാണുക. അപ്പൊ ബീർ ബഹുട്ടികളെ മിൽന കാണണമായിരുന്നു. ആർക്ക്? സാഹിലിനും ബേലക്കും. അതിനുവേണ്ടി വേ സ്കൂൾ കേലിയെ, അവരെവിടേക്ക് വന്നു? സ്കൂളിലേക്ക്. ഘർ സെ കുച്ച് സമയ പെഹലെ. ഘർ സെ, ഘർ എന്നാണ് എന്താ അർത്ഥം? വീട്. വീട്ടിൽ നിന്നും കുച്ച് സമയ പെഹലെ, കുറച്ചു സമയം മുൻപ്. നിക്കലാത്തെ, നിക്കലാന പുറപ്പെട്ടു. എവിടെ നിന്നും പുറപ്പെട്ടു? വീട്ടിൽ നിന്നും കുറച്ചു സമയം മുൻപ് പുറപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ് പുറപ്പെടുന്നത്? बीर बहुटियों को मिलने के लिए. कस्बे से सटे इन खेतों में. കസ്ബ, എന്താ കസ്ബ എന്ന് പറഞ്ഞാൽ? കസ്ബ എന്ന് പറഞ്ഞാൽ ചെറിയ കവലകളെ വിളിക്കുന്നതാണ് കസ്ബ, ചെറിയ പട്ടണം എന്ന് പറയാം. അപ്പോൾ സഠ, സഠ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർന്ന് നിൽക്കുന്ന. കസ്ബേ സെ സഠ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം ചെറിയ പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന. ഇൻ ഖേത്തോമേ, ഈ വയലുകളിൽ. ഇൻ ഖേത്തോമേ, ഈ വയലുകളിൽ. ബീർ ബഹുട്ടിയാം ഘോജാ കർത്തേതേ, അവർ ആരെ തിരഞ്ഞു? ബീർ ബഹുട്ടികളെ. ഘോജാ കർത്തേതേ, എന്താ ഘോജന? അന്വേഷിക്കുക. ബീർ ബഹുട്ടിയാം ഘോജാ കർണ എന്ന് പറഞ്ഞാലോ ബീർ ബഹുട്ടികളെ അന്വേഷിച്ചു. ആരാണ് അന്വേഷിച്ചത്? സാഹിൽ ഔർ ബേല, സാഹിലും ബേലയും. ഇനി ബീർ ബഹുട്ടികളുടെ പ്രത്യേകത പറയുന്നത് നോക്കൂ. സൂർക്ക്, മുലായം, ഖദ്പതി ബീർ ബഹുട്ടിയ. ബീർ ബഹുട്ടികളുടെ 3 പ്രത്യേകതയാണ്. ഒന്ന് സൂർക്ക്, ഞാൻ അതിൻ്റെ നിറത്തെയാണ് പറയുന്നത്. എന്താണ് നിറം? ലാൽ, ചുവപ്പ് നിറമുള്ള സൂർക്ക്. ചുവപ്പ് നിറമുള്ള. മുലായം, മിനുസമുള്ള. ഗദ്ബദി, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബീർ ബഹുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ബീർ ബഹുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ബീർ ബഹുട്ടിയുടെ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം എഴുതും? സൂർക്ക്, മുലായം, ഖദ്പതി. ഇനിയോ ധർത്തി പർ ചൽത്തി ഫിർത്തി. ധർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന. ചൽത്തി ഫിർത്തി, സഞ്ചരിക്കുന്ന. ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ഖൂൻ കി, ഖൂൻ എന്ന് പറഞ്ഞാൽ രക്തത്തുള്ളികൾ പോലെ. ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ പ്രിയങ്കരമായ മനോഹരമായ ഭംഗിയുള്ള തുള്ളികൾ പോലെ അനുഭവപ്പെട്ടു. ആരെ? ബീർ ബഹുട്ടികൾ. ഉൻകെ ബസ്തേ. ഇനി അവരുടെ ബസ്ത. ബസ്ത എന്താണ്? ബാഗ്. ചിത്രത്തിലേക്ക് നോക്കൂ. കുട്ടികളുടെ ബാഗ് എവിടെയാണ്? ഉൻകി പീട്ട് പർ, അവരുടെ പുറത്താണ് അല്ലേ. ഉൻകെ പീട്ട് പർ ലതേ ഹോതേതേ, ചുമക്കുകയാണ്. അവരുടെ ബാഗുകൾ എവിടെയാണ് അവർ ചുമക്കുന്നത്? ഉൻകെ പീട്ട്, അവരുടെ പുറത്താണ് ചുമക്കുന്നത്. ഇനി കന്തോം പർ, അത് എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്? കന്തോം, ഷോൾഡർ, ചുമലിലാണ് എന്ത് ചെയ്യുന്നത്? ടങ്കേ ഹോത്തേതേ, തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ബാഗ് പുറത്താണ് ചുമന്നിരിക്കുന്നത് അല്ലേ. ഇനിയോ കന്തോപ്പർ, അത് ഷോൾഡറിൽ, ചുമലിനോട് ചേർന്നിട്ട്. ടങ്കേ ഹോത്തേതേ, എന്താ ടങ്കന? തൂക്കിയിട്ടിരിക്കുന്നു. വേ ഏക് ദൂസരേക്ക് ബഹോത് നസ്ദീക് രഹക്കർ. അവർ ഏക് ദൂസരേക്ക് ബഹോത് നസ്ദീക് രഹക്കർ എന്താണ്? പരസ്പരം സമീപത്ത്, അടുത്തിരുന്ന്. ഏക് ദൂസരേക്ക് നസ്ദീക്, പരസ്പരം അടുത്തിരുന്ന്. ബീർ ബഹുട്യം, ബിൽക്കുൽ സട്കർ. എങ്ങനെ? ബൽക്കി കഹന ചാഹിയെ, ഇങ്ങനെ പറയണം. എങ്ങനെ? ബിൽക്കുൽ സട്കർ, ചേർന്ന് നിന്നിട്ടാണ് ബീർ ബഹുട്ടിയാ ഗോസ്തേതേ, ബീർ ബഹുട്ടികൾ അന്വേഷിച്ചത്. അപ്പൊ പരസ്പരം അടുത്തിരുന്ന് ചേർന്ന് രണ്ട് കുട്ടികളും എന്ത് ചെയ്യാണ്? ബീർ ബഹുട്ടികൾ ഗോസ്തേതേ, എന്താ ഗോജന?
തിരയുക. നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയില്ലേ, വളരെ അടുത്തിരുന്നിട്ടാണ് ചുവപ്പ് നിറമുള്ള ആ ബീർബോട്ടികൾ അവരെന്ത് ചെയ്യുന്നത്, അന്വേഷിക്കുന്നത്. ഉനെ ദേഖ്നെ കെ ലിയെ, അവരെ കാണാൻ വേണ്ടി, ദേഖ്നെ കാണാൻ വേണ്ടി, ബാരിഷ് കി ഗന്ധ് ഭരി, അവരെന്ത് ചെയ്യുന്നു, ബാരിഷ് കി ഗന്ധ്, എന്താ ബാരിഷ് കി ഗന്ധ് എന്നാൽ മഴയുടെ ഗന്ധം നിറഞ്ഞ, ബാരിഷ് കി ഗന്ധ് മഴയുടെ ഗന്ധം നിറഞ്ഞ, ഭൂരി ജമീൻ പർ, എന്താ ഭൂരി ജമീൻ എന്ന് പറഞ്ഞാല്, ഭൂരി ജമീൻ തവിട്ട് നിറമുള്ള മണ്ണില്, ജമീൻ മണ്ണിൽ എന്ത് ചെയ്യുന്നു, ബൈട്ട് ജായ കർത്തേതേ, ബൈട്ട് ജായ കർത്ത, ബൈട്ട് ജായ കർത്ത ഇരിക്കുമായിരുന്നു. എവിടെ ഇരിക്കുമായിരുന്നു, ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ ബൈട്ട് ജായ കർത്താത, ബൈട്ട് ജാന ഇരിക്കുമായിരുന്നു. ആരൊക്കെയാണ്, സാഹിൽ ഓർ ബേല. അടുത്തൊരു ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, സാഹിലും ബേലയും ബീർബഹുട്ടികളും നോക്കി പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ബേല, ദേഖോ സാഹിൽ ബീർബഹുട്ടി കാ രംഗ് തുമാരാ റിബൺ കെ ജൈസേ ലാൽ ഹെ. ദേഖോ, നോക്കൂ. ആര് പറയാണ്, നമ്മുടെ സാഹിൽ പറയാണ്, ദേഖോ നോക്കൂ, ഇസ് ബീർബഹുട്ടി കാ രംഗ്, ഈ ബീർബഹുട്ടികളുടെ നിറം, തുമാരെ റിബൺ കെ ജൈസേ, നിന്റെ റിബൺ പോലെ. ആരുടെ റിബൺ, ബേലയുടെ തലമുടിയിൽ കെട്ടിയ റിബൺ പോലെ, ലാൽ ഹെ ഏതുപോലെയാണ്, ചുവപ്പ് നിറമാണല്ലോ. ആര് പറഞ്ഞു കൊടുക്കുകയാണ്, സാഹിലിനെ കഹ, സാഹിൽ പറയാണ്. ബീർബഹുട്ടികളെ നോക്കി സാഹിൽ എന്താ പറഞ്ഞു കൊടുക്കുന്നത്, ബേലാ ദേഖോ, ഇങ്ങോട്ട് നോക്കൂ, ഇസ് ബീർബഹുട്ടി ക റംഗ്, ബീർബഹുട്ടികളുടെ നിറം, തുമാരെ റിബൺ കെ ജൈസേ, നിന്റെ റിബൺ പോലെ, ലാൽ ഹെ, എന്താ ലാൽ എന്ന് പറഞ്ഞാല് ചുവപ്പ് നിറമാണല്ലോ. സാഹിലിനെ കഹ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, സാഹിൽ വീണ്ടും ചോദിക്കുകയാണ്, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടിരുന്നോ ബേലെ, കുച്ച് സുനാ, എന്തെങ്കിലും കേട്ടായിരുന്നോ, ഹാ സുന, അതെ കേട്ടിരുന്നു, ഹാ സുന കേട്ടിരുന്നു. എന്താ കേട്ടത്, പെഹ്ലി ഘണ്ടി ലഗൈ ഹേ, ആദ്യത്തെ ബെല്ലടിച്ചിരിക്കുന്നത് കേൾക്കുന്നുണ്ട്. പെഹ്ലി ഘണ്ടി, ആദ്യത്തെ ബെല്ലടിച്ചിരിക്കുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ലേക്കിൻ മുझे പെൻമേ സ്യാഹി ബർവാനി ഹേ, എന്നാൽ മുझे എനിക്ക്, പെൻമേ പേനയിൽ, സ്യാഹി ബർവാനി ഹേ മഷി നിറക്കേണ്ടതുണ്ട്. ലേക്കിൻ മുझे എന്നാൽ എനിക്ക്, പെൻമേ പേനയിൽ, സ്യാഹി ഭർവാനി ഹേ മഷി നിറക്കേണ്ടതുണ്ട്. ദുഖാൻ സേ കടയിൽ നിന്നും. അപ്പോൾ ആരുടെ കയ്യിലാണ് മഷി ഇല്ലാത്തത്, സാഹിലിൻ്റെ കയ്യിൽ അല്ലേ. സാഹിലിൻ്റെ പേനയിൽ മഷിയില്ല, പക്ഷേ സ്കൂളിൽ ബെല്ലടിക്കുന്നുണ്ടല്ലേ, ഉടൻ തന്നെ പോയിട്ട് സാഹിലിന് എന്ത് നിറക്കണം, മഷി നിറക്കണം. കഹാസേ, ദുഖാൻ സേ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ സാഹിലും ബേലയും കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ബീർബഹുട്ടി എന്താണെന്ന് നമുക്കറിയാം അല്ലേ, ചുവപ്പ് നിറമുള്ള ഈ പ്രാണികളെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി മഷി നിറക്കാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നെടുത്ത ഭാഗങ്ങൾ നിങ്ങളെല്ലാവരും നന്നായി ശ്രദ്ധിച്ച് കേട്ടു എന്ന് മനസ്സിലാക്കുന്നു. പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ. 2-3 തവണ പാഠഭാഗം വായിച്ച് നോക്കുകയും ചെയ്യണം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഗുഡ് ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.